ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? ഞാനതാ ജനങ്ങളിലേക്ക് നോക്കുകയാണ്. ജനങ്ങളെല്ലാവരും പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചിലരെ സ്നേഹിക്കാറുണ്ട്. പക്ഷേ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും പടച്ചവനെ അതാ ഇതാ വസല ഇലാ കബരിഹി, എല്ലാവരും ഖബറിന്റെ ചാരം വരെ വരാറുള്ളൂ. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വന്ന അവസാനം ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും അവിടെ വെച്ച് സലാം പറഞ്ഞ് പിരിയുകയാണ്. അപ്പോഴാണ് ഉസ്താദ് എനിക്കൊരു ഇൽമ പറഞ്ഞു തരുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഇദാ മാത ഇബ്നു ആദം ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്ന 3 സൽക്കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തന്നല്ലോ. ആ 3 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് കൂടെ വരുന്ന ഒരാളെ കൂട്ടുകാരനാക്കാൻ, എന്റെ ഖബറിന്റെ അകത്തിന്റെ കൂടെ വരുന്ന ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തെരഞ്ഞെടുത്തതാരെയെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ, അതാ സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു. നിസ്കാരത്തിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഖുർആൻ പാരായണത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ദിക്റുകൾ പറയുന്നതിന്, സ്വലാത്തുകൾ പറയുന്നതിന്, ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നതിന്, ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പടച്ചവനെ അത് ഖബറിൽ കൂടെ വരുമല്ലോ, പരലോകത്ത് കൂടെ വരുമല്ലോ, മീസാനിൽ കൂടെ വരുമല്ലോ, സിറാത്തിൽ കൂടെ വരുമല്ലോ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗം വരെ എന്നെ കൊണ്ടെത്തിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കണ്ണ് നിറയുകയാ. ഗുരുനാഥൻ അത്ഭുതത്തോടുകൂടിയിരിക്കുകയാണ്. പടച്ചവനെ എനിക്കിതുപോലെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ശിഷ്യൻ എന്നെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞപ്പോ, ഒന്നാമതായി പഠിച്ച അറിവ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുന്നു, രണ്ടാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യമാണ്. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ്. പടച്ചവനെ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ഒരു നല്ല മരണം അല്ലാഹു തരും പെങ്ങള്. അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കഴിയില്ലല്ലോ. അത് പടച്ചറപ്പ് തരുന്നതല്ലേ. അതുകൊണ്ട് നിനക്കൊരു നല്ല മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരായി സദസ്സിലുള്ളത്? എല്ലാവർക്കും പടച്ചറപ്പിന്റെ സ്വർഗത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ സ്വർഗത്തെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അവിടെ പോകാനല്ലേ നിസ്കരിക്കുന്നത്, അവിടെ പോകാനല്ലേ ഖുർആൻ ഓതുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ ദിക്റുകൾ പറയുന്നത്, നീ സദഖ കൊടുക്കുന്നത്, നീ വഅദിന് വന്നിരിക്കുന്നത്, ഞാൻ ഈ കടന്ന് പ്രസംഗിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് പറഞ്ഞാലും, എന്ത് ജീവിതത്തിലേത് സൽക്കർമ്മം ചെയ്താൽ അതിനു പകരം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹ് നീ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാനാ. എങ്കിലും കള്ളു കുടിച്ചുകൊണ്ട് വെള്ളിയാടിച്ച് ജുമഅയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്തവനും ആഗ്രഹിക്കുന്നത്, അല്ലാഹ് നീ എനിക്ക് സ്വർഗം തരണേ തമ്പുരാനെ. നിസ്കരിക്കുന്നവനും അല്ലാഹനെ പേടിച്ചു ജീവിക്കുന്നവനും
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനും അള്ളാനെ മതിമറന്നുകൊണ്ട് നടക്കുന്നവരും ഈ സദസ്സിൽ വന്നിരുന്നുകൊണ്ട് പടച്ചവനെ മജ്ലിസുന്നൂറിന്റെ മജ്ലിസാണല്ലോ, ദുനിയാവിലെ സ്വർഗമാണല്ലോ പടച്ചവനെ. അതുകൊണ്ട് ഇന്ന് അവിടെ പോയിരുന്ന് വഅദ് കേൾക്കാ. ഇത് അള്ളാഹുവിന്റെ മാസമാണല്ലോ, ഖത്തമുദിയിട്ട് ദുആ ചെയ്യുന്നതാണല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പെണ്ണിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എങ്കിലും നിന്റെ വീടിന്റെ അകത്ത്, നിന്റെ വീടിന്റെ പരിസരത്ത് സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അവര് പടച്ചവനെ ഖുർആൻ ഓതുകയല്ല, ദിക്റുകൾ പറയുകയല്ല, സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയല്ല. അവര് നരകത്തിലേക്ക് പോകാനുള്ള അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങോട്ട് പോകാനുള്ള വഴി എളുപ്പമാക്കുകയാണ്. പക്ഷേ അവളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. പടച്ചവനെ സ്വർഗം എല്ലാവരെയും കൊതിപ്പിക്കുകയാ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. നമ്മളാരും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കണ്ടിട്ട് വന്നിട്ട് ആ പ്രവാചകൻ അവിടുന്ന് സ്വർഗം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന അറിവല്ലേ ഉള്ളൂ. എന്നിട്ടും അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹ് പറയുകയാ, സ്വർഗത്തെ കുറിച്ച് നീ ചിന്തിക്കണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നീ സ്വർഗത്തെ നിന്റെ ബുദ്ധി വെച്ച് ചിന്തിക്കണ്ട. ഒരിക്കലും നിനക്ക് തിരിയൂല, ഒരിക്കലും നിനക്ക് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ സ്വർഗമെന്ന് ഖുർആൻ പറയുമ്പോ ഞാൻ നിങ്ങളുടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും മോഹമതാണല്ലോ. അതുകൊണ്ട് മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ ഖുർആനിൽ ഒരു ആയത്ത് കാണുകയാ. ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ നോക്കുമ്പോ ഖുർആനിൽ ഒരായത്ത് കാണുകയാ. ഏതായത്തെന്നറിയുമോ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം വേണോ സഹോദരാ? സ്വർഗത്തിൽ പോകണോ പെങ്ങള്? അല്ലാഹ് പറയുകയാ, സ്വർഗം തരാം. അല്ലാഹ് പറയുകയാണ്, നിനക്ക് സ്വർഗം തരാ. പെങ്ങളെ, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവര്, ഏത് സ്വർഗത്തിലാ നീ പോകാൻ ആഗ്രഹിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഏത് സ്വർഗത്തിലാ പോകാൻ ആഗ്രഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ പച്ചമണത്താല്, അതാ മദീനയിൽ അതാ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗം തുറക്കുന്നത്. ആ നബി കിടക്കുന്ന സ്വർഗമാണ് ഈ ലോകത്തിന്റെ അധിപനായ, ഈ ലോകം മുഴുവനും അടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു പോകുന്ന അതേ സ്വർഗമാണ് ഈ പാപിയായ, ഈ ദോഷിയായ, ഈ നന്ദി കെട്ടവനായ ഞാനും അല്ലാഹുവോട് ചോദിക്കുന്നത്. നിങ്ങളും അത് തന്നെയല്ലേ ചോദിക്കുന്നത്? റസൂലുള്ള കടന്നു പോകുന്ന സ്വർഗം 1,24,000 പരം വരുന്ന
പ്രവാചകന്മാര് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹിയാ നബിയും ഈസാ നബിയും ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാര് കടന്നു പോകുന്ന സ്വർഗ്ഗം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബീ ത്വാലിബ് ഹംസത്തുൽ ഖറാ ഇങ്ങനെ തുടങ്ങുന്ന പ്രവാചകന്റെ സ്വഹാബികളുണ്ടല്ലോ. ആ സ്വഹാബികൾ കടന്നു പോകുന്ന സ്വർഗ്ഗം കടന്നു പോകുന്ന സുഖം പടച്ചവനെ സുഖതാക്കള് കടന്നു പോകുന്ന സ്വർഗ്ഗം അല്ലാഹുവേ താബീങ്ങൾ തബഉ താബീങ്ങൾ ഇമാമുമാര് ഔലിയാ പണ്ഡിതന്മാര് ആബുദീങ്ങള് സ്വാലിഹീങ്ങള് ഇവര് മുഴുവനും കടന്നു പോകുന്ന സ്വർഗ്ഗമാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത്. വെറുതെ പോകാമെന്ന് കരുതുന്നുണ്ടോ? അള്ളാന്റെ സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ? അള്ളാഹു ചോദിക്കുകയാണ് അമ്മ ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് കരുതിയോ? സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? ഇല്ല ചെറുപ്പക്കാരാ, അതിനൊരുപാട് കഷ്ടപ്പാടുണ്ടടാ. അതുകൊണ്ടാണ് ഖാതിമുൽ സമ്മതങ്ങൾ പറയുകയാണ്, അല്ല പറയുകയാ വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം വേണോ അല്ലാഹു തരാമെന്ന് പറയുകയാണ്. എന്തിനു പകരമെന്നറിയുമോ? നിന്റെ നഫ്സുണ്ടല്ലോ, നിന്റെ ശരീരമുണ്ടല്ലോ, നിന്റെ മോഹങ്ങളുണ്ടല്ലോ, നിന്റെ സ്വപ്നങ്ങളുണ്ടല്ലോ, നിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നിന്റെ വികാരങ്ങളുണ്ടല്ലോ, ഇതിനു പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുകയാ. അതിമുള്ള സമ്മതങ്ങൾ പറയുന്ന ഉസ്താദേ, എന്റെ നഫ്സും എന്റെ മോഹവും എന്റെ ആഗ്രഹവും എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് കൊടുത്താൽ അല്ലാഹു സ്വർഗം തരാമെന്ന് പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് ഞാൻ എന്നെ അല്ലാഹുവിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ മോഹങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചു, എന്റെ സ്വപ്നങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചു. ഇതിങ്ങനെ അതാ പടച്ചവനെ ജയിലറയിൽ കിടക്കുന്നത് പോലെ കിടക്കാനുള്ളതല്ല, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. എന്തിനായി ചെറിയ കാലം ഇങ്ങനെ വെറുതെ കളയുന്നത്? അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് പറയുന്നവരെ അല്ല പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ പറ്റൂല. അല്ല പറയുന്നു, എടാ നിനക്ക് തോന്നുന്നത് പോലെ അല്ല രണ്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു രണ്ടും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നോക്ക്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. അല്ല രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും പ്രായപൂർത്തിയായപ്പോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. ഖുർആൻ പറയുന്നുണ്ട്, ഒരു ബീജത്തുള്ളിയിൽ നിന്ന് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 9.5 മാസം കിടന്നു. അങ്ങനെ വെളിയിലേക്ക് വന്നു. നമ്മുടെ ഉമ്മമാർ നമ്മളെ പ്രസവിച്ചു, നമ്മളെ നല്ല രീതിയിൽ പേര് വെച്ചു, നല്ല രീതിയിൽ വളർത്തി. പ്രായപൂർത്തിയാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായപൂർത്തിയാകുന്നത് വരെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക്, നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക്, മോശമായ കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ മാതാപിതാക്കൾക്ക്. നല്ലതുപോലെ കേട്ടോണെല്ലാണോ? 6 വയസ്സുള്ളവൻ, 7 വയസ്സുള്ളവൻ, 8 വയസ്സുള്ളവൻ, 10 വയസ്സുള്ളവൻ പറവയെ പോലെ മുടിയും വെള്ളത്തിൽ നടക്ക, അവനുള്ള നരകത്തിലിടൂല. അവനോടല്ല ചോദിക്കത്തില്ല, നീ എന്താടാ ആണും പെണ്ണും കെട്ട രീതി നടക്കണേ? ആരോട് ചോദിക്കും? ഉമ്മാനോട് ചോദിക്കും. അതിനുള്ള ശിക്ഷ വാപ്പ പറഞ്ഞു കൊടുക്കണം, നാളെ അല്ലാഹുവിற்கு മറുപടി പറഞ്ഞു കൊടുക്കണം. പ്രായപൂർത്തിയാകുന്നത് വരെ മക്കള് നല്ല കാര്യങ്ങൾ ചെയ്താൽ, ചെറിയ പിള്ളേരൊക്കെ നിസ്കരിക്കാം. ഇപ്പൊ ഈ വഅലിന്റെ സദസ്സിലൊക്കെ ചെറിയ മക്കൾ ഇരിക്കുന്നുണ്ട്, അവനൊന്നുമില്ല, അവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക്. ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അവന്റെ മാതാപിതാക്കൾക്ക്. അതാണ് പ്രായപൂർത്തിയാകുന്നത് വരെ. പക്ഷെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, ഈ പ്രായപൂർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് 18 വയസ്സായിരുന്നു കോടതി പറയണ, അതല്ലട്ടാ, ആ പ്രായപൂർത്തിയല്ല. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയണില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു വിളിക്കുകയാ, എടാ മോനെ ഒന്ന് നിക്കടാ, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇന്നു മുതൽ അങ്ങോട്ട്.
ഇത്രയും കാലം നിനക്ക് ബുദ്ധിയും കഴിവും വിവരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ചിന്തിക്കാൻ തുടങ്ങി, മോനെ ഈ കാണുന്ന വഴി ഇത് സ്വർഗത്തിലേക്കുള്ള വഴി. ഇതിലെ പോയാൽ കള്ളു കുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, പലിശ തിന്നാൻ പറ്റൂല, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴിയാ. ഇങ്ങനെ നടന്നുപോയാ ഇതിന്റെ അവസാനം സ്വർഗം. ഈ കാണുന്ന വഴിയുണ്ടോ, ഇവിടെ കള്ളു കുടിക്കാം, പെണ്ണു പിടിക്കാം, പലിശ തിന്നാം, പോലും ചവിട്ടണ്ട, തോന്നിയതുപോലെ ഉടുണിയില്ലാതെ വേണമെങ്കിൽ നടക്കാം. പക്ഷെ എളുപ്പമാണ് പോകാൻ, പക്ഷെ അവസാനം അവിടെ നാശമാണ്. ഇങ്ങനെ രണ്ട് വഴികൾ അല്ല നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നു. ഏത് വേണമെങ്കിലും സ്വീകരിച്ചോ. അല്ല പറയുകയാ, ഞാൻ പറയുന്ന രീതിയിൽ നീ അനുസരിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗം തരാം, നിനക്ക് ഞാൻ സ്വർഗം തരാം. എന്നെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് ഞാൻ സ്വർഗം തരാവ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരുണ്ടല്ലോ. നിങ്ങളെ നിന്റെ വീടിന്റെ അകത്ത് TV ഉണ്ട്, അതിന്റെ മുന്നിലിരുന്ന് സീരിയല് കാണാ, അതിന്റെ മുന്നിലിരുന്ന് സിനിമ കാണാ. പക്ഷേ അതിന്റെ വീടിന്റെ അകത്ത്, അതേ വീടിന്റെ അകത്ത് പടച്ചവനെ ഇത് കാണാൻ പാടില്ലല്ലോ, ഇത് പാപമാണെന്ന് പറഞ്ഞിട്ട് റബ്ബേ അതേ വീടിന്റെ അകത്ത് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ പേടിച്ച് ജീവിച്ചാ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും, നിന്റെ എല്ലാ കാര്യങ്ങളും നീ കളയാൻ തീരുമാനിക്കൂ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കൂ. നിന്റെ മോഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നീ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്ക്. അങ്ങനെ മാറ്റിവെച്ചാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. പലരും പറയും, ഉസ്താദേ നിസ്കരിക്കണമെന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യണമെന്നുണ്ട്, TV കാണല് നിർത്തണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ലല്ലോ ഉസ്താദ്. എല്ലാവരും എളുപ്പത്തിൽ പറയുന്ന ഒരു വഴിയാണ്, എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു വഴിയാണ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പറയും ഉസ്താദെ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഇതന്നെ 5 നേരം നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പെണ്ണുങ്ങളോടുള്ള ബന്ധം, ഫോൺ വിളിയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന്, പക്ഷെ പറ്റണില്ല ഉസ്താദ്. എല്ലാരും പറയുന്നത് ഭർത്താവിന് ഭയങ്കര കള്ളുകുടിയ, നിർത്താൻ എന്താ വഴി? ഈ കള്ളുകുടി മാറ്റാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടിടും, അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ എങ്ങും പോണ്ട. നിങ്ങളുടെ ഏത് ദുശീലവും നിർത്താൻ ഒരു വഴിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 5 പൈസയുടെ ചെലവില്ലാതെ കള്ളുകുടി, വ്യഭിചാരം, പലിശ തീറ്റി, സീരിയല് കാണല്, ഇനി എന്നാ വലിയ പാപമാണെങ്കിലും അത് നിർത്താനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. എങ്ങും പോകണ്ട. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, മനുഷ്യ പറഞ്ഞുതരട്ടെ, വേണോ വേണ്ടേ? എന്റെ മന വിട്ടിരിക്കണോ ഇരിക്കണം? എടാ ഏത് പെണ്ണെ നീ പറയൂ ഉസ്താദെ, ഈ രാവിലെ കള്ളുകുടി, എന്നും രാവിലെ കള്ളു കുടിക്കുന്നവർക്ക് കുടിച്ചില്ലെങ്കിൽ കൈ പറയും. 6 കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇരിപ്പ് വരൂല. 6:30-7 മണി കഴിഞ്ഞപ്പോ ഇങ്ങനെ കാരണം എന്ത്? TV ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, വാ അമീന ഇങ്ങോട്ട് വരും. പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മഗ്‌രിബിന്റെ സമയമാകുമ്പോ അപ്പുറത്ത് റൂമിൽ പോയിരുന്ന് ദിക്റ, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ ഇങ്ങനെ നോക്കും. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. സത്യത്തിൽ ഏത് തെറ്റിൽ നിന്നും പിന്മാറാൻ ഒരു പൈസയുടെ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ തറക ലില്ലാഹി മഅസിയതൻ 7 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യാൻ നിനക്ക് അവസരം കിട്ടുമ്പോൾ, അല്ലാഹുവേ ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്തിരിയണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സീരിയല് കാണാൻ സമയമായി, എല്ലാ ദിവസവും കാണുന്ന സമയമാണ്. അപ്പൊ ആ 7 മണിയായപ്പോ സീരിയല് കാണാൻ സമയമായപ്പോ നീ പറയണം, പടച്ചവനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഞാനിത് കാണില്ല, അല്ലാഹനെ ഭയന്നുകൊണ്ട് ഞാനിത് കാണില്ല എന്ന് തീരുമാനിക്കണം. ഒരു ദിവസം തീരുമാനിച്ചു,
രണ്ടാമത്തെ ദിവസം തീരുമാനിച്ചു, മൂന്നാമത്തെ ദിവസം തീരുമാനിച്ചു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പാപം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് 7 പ്രാവശ്യം പിന്തിരിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ വ്യക്തമായി കേൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മൻ തറക്കലില്ലാഹി മഅസിയതൻ 7 മറ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ സലാം പറയാൻ പോലും പാടില്ലല്ലോ, മരിച്ച മയ്യത്ത് കാണാൻ പാടില്ലല്ലോ, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. പടച്ചവനെ, പെണ്ണെ ഫോൺ വിളിക്കുകയാണ്, ഏതെങ്കിലും ഒരുത്തം നിന്നെ പിഴപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നിന്നെ വിളിക്കുമ്പോ അല്ലാഹുവേ ഇത് പാപമാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണെന്ന് കട്ടാക്കുകയാ. ഒരു പ്രാവശ്യമല്ല, പറയുകയാണ്, പടച്ചവനെ, പിന്നെ ആ പാപം കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 7 പ്രാവശ്യം അവൻ നിന്റെ കാമുകം വിളിച്ചപ്പോ ഇത് പാപമാണെന്ന് കരുതിയിട്ട് നീ കട്ടാക്കിയ 8ാമതവൻ നിന്നെ വിളിക്കൂല. പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, അവന്റെ മനസ്സ് മാറും. പറഞ്ഞുകൊണ്ട് 7 പ്രാവശ്യം ഒരു മനുഷ്യനൊരു തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ 8ാമത് ചെയ്യൂല, അല്ലാഹു നിനക്കതിന് അവസരം തരൂല, അല്ലാഹു നിന്നെ പരീക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നഫ്സുണ്ടല്ലോ, എപ്പോഴാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതെന്നറിയില്ലല്ലോ, എപ്പോഴാണ് പിഴപ്പിക്കുന്നതെന്നറിയില്ലല്ലോ. ശരീരത്തിലൂടെ രക്തമൊഴുകുന്ന നരമ്പിലൂടെ ശപിക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവനിങ്ങനെ നടക്കുകയാ നമ്മളെ പിഴപ്പിക്കാറ്. പഠിച്ചവരെ, ചിലപ്പോൾ മാതാപിതാക്കളുടെ കോലത്തിലാകാം, ചിലപ്പോൾ ഭർത്താവിന്റെ കോലത്തിലാകാം, ചിലപ്പോ കൂടപ്പിറപ്പിന്റെ കോലത്തിലാകാം. ഏത് രൂപത്തിലാണെങ്കിലും നീ തോറ്റുകൊടുക്കരുത്, ഏത് രൂപത്തിലാണെങ്കിലും നീ പരാജയപ്പെടരുത്. ഒരു ചരിത്രം പറയട്ടെ, അല്ലാഹുവേ, പടച്ചവനെ, ഒരു സൗന്ദര്യവതിയായ പെണ്ണ്, മക്കയിലൊരു പെണ്ണുണ്ടായിരുന്നു, വല്ലാത്ത ഗ്ലാമറാ, വല്ലാത്ത സൗന്ദര്യമാ, വല്ലാത്ത സുന്ദരിയാണ്. ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, കാരണം എന്റെ പെണ്ണുമ്പിള്ള. അപ്പൊ ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ രാത്രി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭർത്താവ് പറഞ്ഞു, പെണ്ണെ, നിന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഏതാണും തോറ്റുപോകും. നിന്നെ കണ്ട ഏത് ചെറുപ്പക്കാരനും വഴിപടച്ചു പോകും, അത്രയ്ക്കും ഗ്ലാമറാ നിനക്ക്. ഭർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോ ഭാര്യ പതുക്കെ അങ്ങോട്ട് ആകാശത്തിന്റെ മുകളിൽ, അറസിന്റെ മുകളിൽ കയറാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മറ്റേതാണ് മറിച്ചതാണ്, ഞാനാണ് കിട്ടിയടി പടച്ച് പറയണ്ടല്ലേ. എങ്ങനെയൊക്കെ ആണുങ്ങളാണെങ്കിൽ ഒന്നാലോചിക്ക്, ആണുങ്ങളുടെ സൗന്ദര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. അല്ല ഈ മന്ത്രിമാറാകട്ടെ, ഇല്ലേ? പറ, ഇല്ലേ? എന്തേപ്പ നിങ്ങൾക്കൊരു മടി? എടാ, നമുക്കടെ ഏറ്റവും വലിയ സൗന്ദര്യം കാരണം എന്തെന്നറിയോ? നമ്മുടെ വീട്ടിൽ തന്നെ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പടച്ചോനെ ഉമ്മമാര് കുളിപ്പിക്കും. കുഞ്ഞുങ്ങളെ പോലും നല്ലതുപോലെ കുളിപ്പിച്ച് കരി തേച്ച് കവളി തൊട്ടിട്ട് ഗ്ലാമർ കൂടാൻ എന്തൊക്കെ ചെയ്യുന്നു.
അവരിങ്ങനെ ജനിച്ചത് മുതൽ ഇങ്ങനെ അവർ സൗന്ദര്യവർദ്ധന വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ എന്താപ്പാ പഠിച്ചവൻ ആരാ നമ്മുടെ ഉമ്മാക്ക് ഇത്തിരി കഴിഞ്ഞാൽ കുളിച്ച് നടന്ന അവസ്ഥ. ഇങ്ങനെ നിങ്ങൾ അങ്ങനെയല്ലേ സൗന്ദര്യം ഉണ്ടാക്കി? ഞങ്ങളെന്ത്? ഞങ്ങൾ വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് വിയർപ്പൊലിച്ച് എന്നിട്ടും ഗ്ലാമർ തന്നെയാണ്. അപ്പൊ ഈ പെണ്ണിനോട് ഭർത്താവ് പറയോ, നിനക്ക് എന്തൊരു സൗന്ദര്യമെന്നറിയോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. പറ അല്ല ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളാരും ഭാര്യമാരോട് പറയരുത് കേട്ടാ. ഈ കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടർമാര് പറയുന്നുണ്ട് 3 കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ലെന്ന്. അതിൽപ്പെട്ട ഒന്നാണ്, നിനക്ക് ഭയങ്കര സൗന്ദര്യമാണ്, നീ മലക്ക് പറ്റതാണ്, നീ ഹോർലീങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറയരുത്. കാരണം പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓളിങ്ങനെ പൊങ്ങും, അവസാനം നിന്നെ കാണുമ്പോ അകന്നകന്ന് നടക്കും. അതുകൊണ്ട് അങ്ങനെ പറയും. 3 കാര്യങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങൾ സഹിക്കൂല. 3 കാര്യങ്ങൾ പെണ്ണുങ്ങൾ സഹിക്കാത്ത 3 കാര്യങ്ങളുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ഹദീസല്ല, ജീവിതത്തിൽ അനുഭവമുള്ളവർക്കറിയാം. പെണ്ണുങ്ങൾ സഹിക്കാത്ത 3 കാര്യങ്ങളുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണം ഇത് ഉള്ളതാണോ എന്ന്. എനിക്കറിയില്ല. ഞാൻ ഏതെങ്കിലും സദസ്സിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പെണ്ണുങ്ങളോട് ചോദിക്കണോ. ഞാൻ 3 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത 3 കാര്യങ്ങളാണെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കാം, ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് തലയെങ്കിലും ഒന്ന് കൈയെങ്കിലും പൊക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഉള്ളതാണോ എന്ന് പഠിക്കാൻ ഇൽമല്ലേ, ചോദിച്ചു പഠിക്കണം. 1-ാമത്തെ കാര്യം, ചിരിക്കണ്ട. 1-ാമത്തെ കാര്യം, ആമിന ഞാൻ നിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ നേരത്തെ വരും, ഉച്ചയ്ക്ക് നേരത്തെ വരും, നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകണം, നീ ഒരുങ്ങി റെഡിയായി നിൽക്കണം, ഞാൻ വന്നിട്ട് പിന്നെ ഒരുങ്ങാൻ നിൽക്കരുത്. ഭാര്യയോട് പറയാ, ഉച്ചയാകുമ്പത്തേക്ക് ഞാൻ വരുമ്പത്തേക്ക് നീ ഒരുങ്ങി റെഡിയായി നിൽക്കണം, വന്ന ഉടനെ പോകാൻ. ഞാൻ വന്നതിന് ശേഷം പിന്നെ ഒരുങ്ങാൻ നിന്ന് എന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ എടുത്ത് രാത്രി അങ്ങോട്ട് പറഞ്ഞു. പാവപ്പെട്ടവള് രാവിലെ പോകുമ്പോഴും ചോദിച്ചുക്ക, ഞാൻ ഒരുങ്ങി നിൽക്കട്ടെ, നീ ഒരുങ്ങി നിന്നോ. അങ്ങനെ പാവപ്പെട്ടവള് 11 മണിയായപ്പോ പണിയൊക്കെ തീർത്ത് കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് ഇക്കാനെ കാത്ത് വീടിന്റെ കവാടത്തിൽ നിൽക്ക. 12 മണിയായി, 12:30 പാവപ്പെട്ടവൻ വീട്ടിലോട്ട് കയറി വന്നിട്ട് ആമിനടുത്ത് പറയാ, എനിക്കിന്ന് പോകാനൊന്നും വയ്യ, നീ ഡ്രസ്സൊക്കെ ഊരിയിട്ടോ എന്നൊന്ന് പറഞ്ഞു നോക്കണം. പറയാ അങ്ങനൊന്നും പറഞ്ഞു നോക്കണം. എന്താ താത്താമാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ അത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഏത് ചവിട്ടാത്ത പാമ്പ്, ഏത് കടിക്കാത്ത പാമ്പും കടിക്കണ പറയണ പോലെ അപ്പൊ അറിയാം നിന്റെ ആമിനയുടെ സ്വഭാവം എന്താന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കറിയാം. ഉസ്താദുമാരെ, ഭാര്യയെ ഒരുക്കി നിർത്തിയിട്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചു നോക്ക്, അപ്പൊ അറിയാം നിന്റെ ആമിനായിക്ക് ചെയ്ത്താൻ കൂടുവോ ഇല്ലയോ എന്ന്. അപ്പൊ 1-ാമത്തെ കാര്യം അത്. 2 ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക, അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് നല്ല ഫുഡ് വെച്ചു. നമ്മുടെ ഭാര്യമാര് രാവിലെ മുതലൊക്കെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് നല്ല ചോറ് കറിയൊക്കെ വെച്ച് വിളമ്പി കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോ മുന്നിൽ പോയി ഇരുന്നിട്ട് പറയാ, ഉപ്പില്ല, പുളിയില്ല, കൊള്ളത്തില്ല, ഒന്ന് പറഞ്ഞു നോക്കണം. ഭാര്യ എടുത്ത് അതൊക്കെ ഞങ്ങള് പടച്ചോനെ. ഇപ്പൊ ഏതെങ്കിലും ഉസ്താദന്മാര് വഴുതുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് താത്താമാരൊക്കെ നല്ല ഫുഡൊക്കെ വെക്കും. പോണ ഉസ്താദ് ഒന്ന് കഴിക്കാതെ ഇറങ്ങിപ്പോയി നോക്കിയേ, ഉസ്താദിന്ന് വിളിച്ച നാവുകൊണ്ട് വേറെന്തെങ്കിലും പറയും. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 2-ാമത്തെ കാര്യം എന്താ? ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാതെ കുറ്റം പറഞ്ഞിട്ട് പോവുക. അതും പെണ്ണുങ്ങൾ പൊറുക്കില്ല എന്നാ പറയണേ. എന്തായാലും അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. 3-ാമത്തെ കാര്യം ഞാൻ ഇവിടെ വെച്ച് പറയുന്നില്ല, കാരണം അത് ഇൽമിന്റെ മജ്‌ലിസായത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം എന്തായിരിക്കുമെന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ചിന്തിച്ചു നോക്കിയാൽ മതി. അള്ളാഹു നമുക്ക് ഇൽമു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെ പറയാ, നിനക്ക് എന്തൊരു സൗന്ദര്യമാ, ഏത് ചെറുപ്പക്കാരൻ നിന്നെ കണ്ട വീണു പോകും. ഇപ്പൊ ഓള് പറയാ, അങ്ങനെയാണ് എന്റെ ഗ്ലാമറൊക്കെ അങ്ങനെ, അല്ല തന്നല്ലേ, എന്താ ചെയ്യാൻ പറ്റിയ, ഇത്തിരി കൂടുതലായി പോയിരിക്കും. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മക്കത്തുണ്ട്. ഈ മക്ക എന്ന് പറയുന്ന നാട്ടിൽ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനുണ്ട്. നിനക്ക് അവനെ ഒന്ന് പിഴപ്പിക്കാൻ കഴിയുമോ? എത്ര പെണ്ണുങ്ങൾ നോക്കിയിട്ടും അവനെ ഇന്ന് വരെ പിഴപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഭർത്താവാണ് ചോദിക്കുന്ന ഭാര്യയോട്, എടീ നിനക്ക് ഒന്ന് പിഴപ്പിക്കാൻ പറ്റുമോ?
നിനക്ക് ആ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ആ മനുഷ്യനെ നിനക്കൊന്ന് പിഴപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ ഞാൻ നിന്നെ സമ്മതിക്കാം. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. അവള് പറയുകയാണ്, ഏത് കൊലകൊമ്പനാണെങ്കിലും ഞാൻ പിഴപ്പിക്കാം. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നല്ലതുപോലെ പഠിച്ചോ. നല്ല ദീനീപരമായിട്ടൊരു കുടുംബത്തിന് വളർന്നവളാണ്. 10ാം ക്ലാസ് വരെ മദർസയിൽ പോയി. ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ചു പടച്ചവനെ പേടിച്ച് നടന്ന പെണ്ണാട്. വീടിന്റെ വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഫർദയിടാതെ ഇറങ്ങാത്ത പെണ്ണാ. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവൻ പറയുകയാ, ഫർദ വേണ്ട, നിനക്ക് ചുരിദാറാണ് നല്ലത്, നിനക്ക് സാരിയാണ് നല്ലത്, നീ തലമറയ്ക്കാതെ നടക്കുന്നതാണ് നല്ലത്. ഭർത്താവ് നിന്നെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള വഴികൾ പറഞ്ഞു തരുമ്പോ അനുസരിക്കുന്ന പെണ്ണ്, പിഴപ്പിക്കുന്ന ഭർത്താക്കന്മാരെ, അതാ ഭർത്താവ് തന്നെ ഭാര്യയോട് പറയുകയാണ്, നിനക്ക് ആ ചെറുപ്പക്കാരനൊന്ന് പിഴപ്പിക്കാൻ കഴിഞ്ഞാൽ, അവനെ നിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാ ഞാനതാ സമ്മതിക്കുകയാണ്. പടച്ചറപ്പേ, അങ്ങനെ ആ പെണ്ണതാ തന്റെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോവുകയാണ്. ആരാണ്? ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തേടി നടക്കുകയാ. അവസാനം എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലാ. അള്ളാന്റെ ഭവനത്തിന്റെ മുന്നിൽ വെച്ചാട് കഅബാലയത്തിന്റെ മതാഫിലൂടെ പടച്ചവനെ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സുന്ദരിയായ പെണ്ണടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ സുന്ദരിയായ പെണ്ണടുത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഉബൈദേ, എനിക്ക് കുറച്ച് മസലകളൊന്ന് നീ പറഞ്ഞു തരുമോ? എനിക്കല്പം ഇൽമ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ചില ഡൗട്ടുകളുണ്ട്, ഒന്ന് ക്ലിയറാക്കി തരുമോ? മഹാനവറുകൾ ചോദിച്ചു, എന്തേ എന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് വേണ്ട, അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. പടച്ചവനെ അങ്ങനെ കഅബാലയത്തിന്റെ മുന്നിൽ നിന്നൊരു സൈഡിലേക്ക് മാറി ചെല്ലുകയാണ്. ആ പെണ്ണിങ്ങനെ ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു ആ മരണത്തിന്റെ വേളയിലോ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടാ കഴിയുക? ആ സമയത്ത് മിണ്ടാതെ കിടക്കണമല്ലോ, മിണ്ടാതെ കടന്നു കൊടുക്കണമല്ലോ. ആ സമയത്ത് ഈമാനുള്ള ഒരു മരണം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ തയ്യാറാ. നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അവൾ ധിക്കാരിയായിരുന്നില്ലോ, അവൾ ഈമാനുള്ളവളായിരുന്നു. അവൾ ഭർത്താവ് പറഞ്ഞപ്പോ ചെയ്യാൻ തയ്യാറായതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാപം ചെയ്യാൻ ാണ് പിന്മാറേണ്ടത്. പാപം ചെയ്യാനും ഒരു പാടുമില്ലടാ, പാപം ചെയ്യാനൊരു പാടുമില്ല. നീ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ സമ്മതത്തോടുകൂടി ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലുമില്ല, പാപമല്ലടോ. നമ്മുടെ രാജ്യത്തിന്റെ നിയമം വെച്ച് നോക്കുമ്പോ അതൊരു പാപമില്ല. അങ്ങനെയുള്ള പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ എനിക്കല്ലാരെ പേടിയാ, എനിക്കല്ലാരെ പേടിയാ. പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുന്ന ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനമല്ലാത്ത കാരണം എന്തെന്നറിയുമോ? ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അയ്യാല സ്വലാ അയ്യാലൽ ഫലാഹ്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ
അള്ളാന്റെ പള്ളിയുടെ ഒന്നാമത്തെ സഫില് ഒരു നേരമല്ല 5 ും വന്നിരിക്കുന്ന ചെറുപ്പക്കാരനാ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ, അമാന പേടിയുള്ള ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഇശാ നമസ്കരിച്ചു, ഒരു ദിവസം ഇശാ നമസ്കരിച്ചു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, ഒരുപാട് കൊതിക്കുന്ന ഒരു പെണ്ണുണ്ട്. എന്ത് ചെയ്തിട്ടും അവനെ സ്നേഹിക്കുന്നില്ല. അവസാനമല്ല ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോ ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്, ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പറയുന്ന നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാടാ, എനിക്ക് നിന്നെ വല്ലാത്ത കൊതിയാ. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ? ആരും കാണാത്ത ഇടവഴിയില് പടച്ചവനെ ബീച്ചിലോ പാർക്കിലോ അല്ല, ഇന്നൊക്കെ ഇത് പരസ്യമാണല്ലോ. സഞ്ചരിക്കുന്ന ബസിന്റെ ട്രാൻസ്പോർട്ട് ബസിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റ് കാമുകനും കാമുകിക്കുമുള്ളതാണ്. ആരും പരാതി പറയാറില്ലല്ലോ. പഠിച്ചവരെ, അന്നത്തെ പെണ്ണുങ്ങള് ജാഹിലിയ കാലത്തിലെ പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് നാണമുണ്ടായിരുന്നു. അവര് പാതിരാത്രി വിളിച്ചിരുന്നിട്ട് ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ. കരയുകയാ, ആ ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയുമോ? ഖസ്റത് ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും പോയി, എന്റെ ആഖിറവും പോയി. ഞാൻ നശിച്ചു പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഒരു സുന്ദരി കെട്ടിപ്പിടിച്ച് ശരീരത്ത് ആദ്യമായിട്ട് ഒരന്യ പെണ്ണ് തൊട്ടല്ല, ഇനി ഞാൻ സ്വർഗത്തിൽ കിടകില്ലല്ലോ. ഞാൻ അല്ലാഹുവിനോട് ഇനി എന്ത് മറുപടി പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. അവിടുന്ന് പെണ്ണ് താഴെ വീണു. ബോധം കെട്ട് വഴിയിൽ വീണപ്പോ പെണ്ണോടി രക്ഷപ്പെടുകയാ. അവസാനം ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് അതാ യാത്രക്കാര് കണ്ടവര് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. ബോധം തിരിച്ചു വന്നപ്പോ പൊന്നുമോനിരുന്ന് നിലവിളിക്കുകയാണ്, വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ ചോദിക്കുന്നു, എന്തേ മോനെ കരയുന്നത്? വാപ്പാ, നിങ്ങളുടെ പൊന്നുമകനെ വ്യഭിചാരിയായി പോയി, നരകത്തിന്റെ വിറകായി പോയി വാപ്പാ. വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ ചോദിച്ചു, എന്ത് പറ്റി മോന്? എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ ഭയക്കുന്നവനാണല്ലോ, എന്താണ് സംഭവിച്ചത്? നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മകന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പ പറഞ്ഞു, മോനെ നീയല്ല പിടിച്ചത്, ആ പെണ്ണ് നിന്റെ ശരീരത്ത് കേറി പിടിച്ചതാണ്. എന്റെ പൊന്നുമോ തൊട്ടതുപോലുമില്ലല്ലോ. അല്ലാഹുവിനെ ഭയന്നിട്ട് പേടിച്ച് പിന്തിരിഞ്ഞവനല്ലേ. എന്റെ മോന് തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ പൊന്നുമോന് പാപിയല്ല, എന്റെ പൊന്നുമോന് നരകത്തിന്റെ അവകാശിയല്ലോ. അവസാനം ചരിത്രം പറയുകയാണ്, പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ലല്ലോ, ആ പെണ്ണല്ലേ തെറ്റ് ചെയ്തത്, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാപ്പ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ചെറുപ്പക്കാരാ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയോ.
തന്റെ പൊന്നാര മകന്റെ മയ്യത്താണ് കാണുന്നത്, തന്റെ പൊന്നാര മകന്റെ മയ്യത്താണ് കാണുന്നത്. എങ്ങനാ മരിച്ചതെന്നറിയുമോ? ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ വിചാരിക്കപ്പോൾ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് പേടിച്ചു മരിച്ചു പോയതാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നമ്മൾ വ്യഭിചരിച്ചിട്ട് വന്നാൽ, കള്ള് കുടിച്ചിട്ട് വന്നാൽ എനിക്കും നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലല്ലോ. പടച്ചവനെ, ആ ചെറുപ്പക്കാരന്റെ ജനാസയുണ്ടല്ലോ, അവിടെ നിന്ന് കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. ആ ചെറുപ്പക്കാരനെ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പറഞ്ഞെന്തെന്നറിയുമോ? മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. നിനക്കൊരു സ്വർഗമല്ലടാ, നിനക്കൊരു സ്വർഗമല്ല, രണ്ട് സ്വർഗം തരാമെന്നാ പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്നത്. മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം അള്ളാഹു തന്നെന്ന് പറഞ്ഞു, ഒന്ന് തന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ ലോകത്ത് നിന്നെയല്ലാതെ വേറെ ആരോടും എനിക്ക് പേടി തരരുത്. ആ മനുഷ്യൻ അള്ളാഹിനോട് സമ്പത്തൊന്നുമല്ലേ വെച്ച്, നമ്മളാണെങ്കിൽ അതൊക്കെ ചോദിക്കുക, സമ്പത്തും അധികാരവും കൊട്ടാരങ്ങളൊക്കെ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ച മൂന്ന് കാര്യത്തിൽ ഒന്ന്, അള്ളാഹുവേ, ഈ ലോകത്ത് നിന്നെയല്ലാതെ വേറെ ഒരൊറ്റ ഒരു മഖ്ലൂക്കിനോടും എനിക്ക് പേടി തരരുത്. എനിക്ക് നിന്നെ മാത്രം പേടിച്ചാൽ മതി. മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ലോകത്ത് നിന്നോട് മാത്രം ഭയം, വേറെ ഒന്നിനോടും ഭയം തരരുത്. നമുക്ക് കൊറോണയെ വരെ പേടിയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാനെ പേടിയുണ്ടോ? അള്ളാനെ പേടിയുണ്ടോ? പേടിയില്ല. പക്ഷെ ആരെ പേടിയുണ്ട്? കൊറോണയെ പേടിയാ. അതുകൊണ്ടാണ് നമ്മൾ പള്ളിക്കകത്ത് പോലും കയറാത്ത. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ പള്ളിയിലെ കാട് വന്നു തുടങ്ങിയോ? അൽഹംദുലില്ലാ. നമ്മള് പള്ളിക്കകത്ത് വരെ കയറാൻ പേടിയാ. നമുക്കെന്തേ? പള്ളിക്കകത്ത് കയറിയാലും ഒന്നിങ്ങനെ അകന്ന് നിൽക്കുക തന്നെ. കാരണം എന്ത്? കൊറോണ. പക്ഷെ അള്ളാഹെ പേടിയില്ല. എന്നാ ബോധമുള്ള നീ ചിന്തിക്കണം, അള്ളാഹുടെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് കൊറോണ വന്നാലും കുഴപ്പമില്ല, അങ്ങനെ മരിച്ച സ്വർഗമെങ്കിലും കിട്ടുമല്ലോ. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, നിങ്ങൾക്ക് ആർക്കും കൊറോണ വരൂ, നിങ്ങളുടെ പേടി എന്താ? കൊറോണ വന്ന് മരിച്ചു പോകുന്ന. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഈ രോഗം വന്ന് മരിക്കത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കോ? സ്വപ്നത്തിൽ പോലും നീ കരുതണ്ട, നിനക്ക് അങ്ങനെ ഒരു മരണം കിട്ടത്തില്ല. കാരണം എന്തെന്നറിയോ? 6 രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിൽപ്പെട്ട ഒരു രോഗം പ്ലേഗ് രോഗം. അതുപോലെ തന്നെ ഇതും ഈ പ്ലേഗ് രോഗം പോലെയുള്ള ഒരു രോഗമാണിത്. ദുരന്തമല്ലേ? ദുരന്തമുണ്ടായിട്ട് മരിക്കുന്നവർക്ക് 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ട്. അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരു നല്ല മരണം കിട്ടാൻ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ആ മരണം കിട്ടുക? അതാ ഞാൻ പറഞ്ഞ കിട്ടൂല എന്ന്. കിട്ടിയവരൊക്കെ ഭാഗ്യവാന്മാര്. അവരെ JCBക്ക് കൊണ്ട് കുഴിച്ചിട്ടു. അവരെ നമ്മളെ കാണിക്കത്തില്ല, ഒരാളെയും കാണിക്കാതെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇതാ നമ്മുടെ അവസ്ഥ. ഷഹീദിനെ കബറടക്കിയത് അങ്ങനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ശരിയാ, മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഷഹീദിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റില്ല. ആശുപത്രിയിൽ നിന്ന് ആരാ കുളിപ്പിക്കുക? എന്ത് കുളി, എന്തോടുപ്പ്, എന്ത്? അവര് കബറിനാക്കി തരും, കൊണ്ടുവന്നിട്ട് ചുറ്റി കെട്ടിയിട്ട് കയറി കെട്ടി ഇറക്കുക. ആരും വേണ്ട, ആരും. അതന്നെ ബുദ്ധി വേണം ചിന്തിക്കാൻ. വെറുതെ ഇറച്ചിക്കോഴി നടക്കണ പോലെ നടന്നാ പോരാ. മസൽ ഹിമാരി കൈഹമിൽ അസ്വാറാന്ന് ഖുർആൻ പറഞ്ഞവരെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ, ബുദ്ധി വേണം. അള്ളാഹു നമുക്ക് അങ്ങനെ ഇറച്ചിക്കോഴി തന്നെ നമുക്ക് എന്ത് ബുദ്ധി? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ആ ബുദ്ധി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഞാനിങ്ങനെ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കണമെന്നല്ലേ? താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കണം. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, അള്ള പേരെഴുതിയല്ലേ കഴിക്കത്തുള്ളൂ, പേരെഴുതാത്ത ഞാൻ കഴിക്കത്തില്ല. താഴെ വീണതിനകത്ത് എന്റെ പേരില്ല. അതാ മസല. എന്താ മുടന്ത ന്യായങ്ങളാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹിനോട് പറയാ, പടച്ചവനെ, ഈ ലോകത്ത് നിന്നെ അല്ലാതെ വേറെ ഒരാളോടും എനിക്ക് പേടി തരരുത്. അള്ളാഹ് അത് തന്നെ കൊടുത്തു. 2, പടച്ചവനെ, എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് നീ വികാരം തരരുത്.
ലോകത്ത് ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും എനിക്ക് നീ വികാരം തരരുത്, എന്നെ നീ ശുദ്ധീകരിക്കണം. രണ്ടാമത് ദുആ ചെയ്താ ഇത് രണ്ടും അല്ലാഹ് കൊടുത്തു. ഇത് രണ്ടും അല്ലാഹ് കൊടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പടച്ചവൻ, നിങ്ങൾ ചിന്തിക്കില്ല, നമുക്ക് ഏത് പെണ്ണിനെ കണ്ടാലും മോശമായി ചിന്തയാ. ഏതൊരു പെണ്ണിനെ കണ്ടാലും നമുക്ക് മോശമായി ചിന്ത. സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ പോലും നമ്മൾ നോക്കത്തില്ല. കാരണം നമ്മുടെ വീട്ടിൽ സുന്ദരിയായ ഒരു പെണ്ണുണ്ട്, നമ്മുടെ ഭാര്യ തന്നതാ, ഓളെ നോക്കത്തില്ല. പാവപ്പെട്ടവന്റെ ഗ്ലാമർ ഇല്ലാത്ത പെണ്ണുമ്പിള്ള തൂക്കുമ്പോ എത്തി നോക്കും. എടാ, സുന്ദരിയായ നിന്റെ ഭാര്യ, അതന്നെ പലപ്പോഴും ചോദിക്കും, എന്ത് നല്ല ഗ്ലാമറുള്ള പെണ്ണ് വീട്ടിലുണ്ട്, അത് വെച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്നതെന്ന് പെണ്ണുങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. സുന്ദരിയായ ഒരു ഭാര്യയെ നിനക്ക് അല്ലന്നിട്ടുണ്ടല്ലോ, 10, 25, 30 വയസ്സിൽ ഈ കിളവിയായ എന്റെ പുറകെ എന്തിനാ നീ വരണേ ചോദിക്കാറുണ്ട്. പെണ്ണുങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്, ഈ 3, 4 പെറ്റ എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, നീ നോക്കിയാ പോരെ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഒന്നും തോന്നുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോൾ തോന്നുന്നു. അങ്ങനെ നോക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അവന്റെ ഭാര്യയാണെന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നിനക്കൊന്നും തോന്നത്തില്ല. പക്ഷെ കറുത്ത് വീട്ടിൽ അരി വെച്ച് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കരിയൊക്കെ പുരണ്ടിരിക്കണ നിന്റെ ആമിനുണ്ടല്ലോ, ആ ആമിനയുടെ മുഖത്ത് നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് തോന്നും. അങ്ങനെ തോന്നണമെങ്കിൽ ഓസിന് പറ്റൂല. ഞാനൊരു കാര്യം പറയാം. ആ ഒരു നന്മ ചെയ്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സൽമാൻ ഖാനല്ല, ഏത് കാം വന്നാലും നിന്റെ അബൂബക്കറിന്റെ മുന്നിൽ ഒന്നുമല്ല. മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ലോകത്ത് ഒരാണിനും തരാൻ പറ്റൂല. നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഏത് ലോകത്തിലെ സൗന്ദര്യ റാണിക്കും തരാൻ പറ്റൂല. അങ്ങനെ കിട്ടണമെങ്കിൽ ഓസിന് പറ്റൂല. ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്യൂല. കാരണം എന്തേ? മറ്റുള്ളവളെ നോക്കുമ്പോ ഇത്തിരി ആനന്ദം, ഒരു സുഖം ഇല്ല, അതെങ്ങനെ കളയാൻ പറ്റും? വെറുതെ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയണില്ല. ആവശ്യമുള്ളവനല്ലേ, മരുന്ന് വേണ്ടവനല്ലേ കൊടുക്കേണ്ടത്, വേണ്ടാത്തവന് വിശന്നിരിക്കുന്നവനല്ലേ ആഹാരം കൊടുക്കേണ്ടത്. വയറ് നിറച്ചിരിക്കുന്നവൻ എന്താ ആഹാരം ഇടിച്ചിറക്കാൻ പറ്റൂ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ 2 കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു, 2ഉം അള്ളാഹു കൊടുത്തു. ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉപ്പാ, എന്തേ നിങ്ങൾക്ക് അല്ലാഹ് തരാഞ്ഞത്? എന്തേ അല്ലാഹ് നിങ്ങൾക്ക് തരാഞ്ഞത്? വളരെ വേദനയോടെ ആ മനുഷ്യനിരുന്ന് കരയുകയാണ്. ഞാനത് പറയൂല, അല്ലാഹു എനിക്ക് തരാത്ത കാര്യം ഞാൻ പറയൂല. അവസാനം അവിടെന്ന് പറഞ്ഞു, ഞാൻ ആരോടും പറയുകയില്ല. നിങ്ങളും മരിച്ചതിന് ശേഷമല്ലാതെ ഇത് ഞാൻ പറയുകയില്ല. പടച്ചവനേ, 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാ, നീ എന്നെ മലക്കിനെ പോലെയാക്കണേ അല്ലാ. എന്നെ നീ മലക്കിനെ പോലെയാക്കണേ അല്ലാ. ആരാ പറയുന്നതെന്നറിയുമോ? ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു പോയ, കുഷ്ഠരോഗിയായ, സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് പടച്ചവനോട് പറയുന്നത്, അല്ലാ, ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ 24 മണിക്കൂറും നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളെ പോലെ നീ എന്നെ മാറ്റണേ അല്ലാ എന്നാണ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തത്. എനിക്കത് തന്നില്ലല്ലോ അല്ലാ എന്ന് പടച്ചവനോട് പരാതി പറയുമ്പോ, എന്റെ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ നിന്റെ കയ്യിൽ എന്തേ ഉള്ളത്? നമ്മുടെ കയ്യിൽ പാപങ്ങളല്ലാതെ ഒരു നന്മ പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു നന്മ പടച്ചവനെ പറയാനുണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് പറയാ, ഒരു അൽഹംദുലില്ലാഹ് പറയാ. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നല്ലോ, നമ്മുടെ നിയ്യത്ത് അല്ലാഹുവിനല്ലേ അറിയൂ. എന്തിനാണ് വന്നതെന്ന് പടച്ചവനല്ലേ അറിയൂ. ഈ മജ്ലിസിനോടൊരു മര്യാദയുണ്ടല്ലോ. ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഈ
ഇരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പറയാൻ എന്തുറപ്പാ നമുക്കുള്ളത്? കാരണം ഈ ഇരിക്കുന്ന മജ്ലിസിന് ചില മര്യാദകളുണ്ട്, അത് പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇരിക്കുന്നത് ദുനിയാവിലെ സ്വർഗത്തില. ഈ സ്വർഗത്തിലിരിക്കുമ്പോ ചിലരൊക്കെ ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ചാരി കിടക്കുന്നു, ചിലതൊക്കെ പടച്ചനെ തലേ തുണി പോലും ഇട്ടിട്ടില്ല, ചിലതൊക്കെ ആണെങ്കിൽ തൂങ്ങുന്നുണ്ട്. ഓ, സ്വർഗത്തിൽ വന്നിരുന്ന് തൂങ്ങാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. ആലോചിക്ക്, വീട്ടിലെങ്ങും സ്ഥലമില്ല, വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം, എന്നാ വഅദിന്റെ സദസ്സിൽ വന്നിരുന്ന് ഉറങ്ങാൻ എന്തൊരു ഭാഗ്യവാനില്ലേ? ഇല്ലേ താത്തമാര്? എത്ര പേര് തലമറച്ചിട്ടുണ്ട്, വഅദ് പറയാ ഉസ്താദ്, മുടി വെളിയിൽ കിടക്ക പെണ്ണിന്റെ. ഇതിനോട് ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കുമ്പോഴേ അള്ളാന്റെ മലക്കുകൾ നോക്ക് 4 ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരി സദസ്സിൽ ഇരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാ. അപ്പൊ നീ ഇരുന്ന് തൂക്ക 1, 2, 3. എന്ത് മനുഷ്യനിപ്പ! അള്ളാഹ് ഉറങ്ങുന്നവന് നീ സ്വർഗം കൊടുക്കണേ. അള്ളാഹ് മലക്ക് ദുആ ചെയ്യോ? ആലോചിക്കും പെങ്ങളെ. സീരിയലിന്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങൂ, സിനിമ കാണുമ്പോ ഉറങ്ങൂ, പൈസ തരാന്ന് പറഞ്ഞാൽ ഉറങ്ങും. ഇങ്ങനെ നിൽക്കും, കണ്ണും തുറന്നിട്ട് ഇങ്ങനെ നിൽക്കും പൈസ കിട്ടാൻ. പക്ഷെ സ്വർഗം വെറുതെ കിട്ടൂല, സ്വർഗം വെറുതെ കിട്ടൂല. നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും അള്ളാഹുവിന് വേണ്ടി മാറ്റിയാലേ നിനക്ക് അള്ളാഹ് അത് തരത്തുള്ളൂ. അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്, പിഴവുകളുണ്ട്. പടച്ചവനോട് പറ, റജബ് മാസമാണല്ലോ, ഇത് അള്ളാഹുവിന്റെ മാസമാണല്ലോ. ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ചവനോട് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിന്റെ അന്ന് മാത്രമുള്ള സാധനമാണ് തൗബ. അന്ന് തൗബ എന്ന് പറഞ്ഞൊരു തന്നെ പരിപാടിയുണ്ട്, അല്ലേ? സാധാരണമായി പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, ആണുങ്ങളൊക്കെ വന്നിട്ട് പറയും ആ തൗബ ഇന്ന് ചെയ്യിപ്പിക്കണം. എന്താ ഇപ്പൊ 27-ാം രാവിന്റെ അന്നുള്ളതാ തൗബ, അല്ലേ? അന്ന് മാത്രം തൗബ. അന്ന് ചില സ്ഥലങ്ങളിൽ തൗബയുടെ ദുആ. നിനക്ക് എന്റെ തത്തമാരെ, 27-ാം രാവിന്റെ അന്ന് എന്താ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടാ? 27-ന്റെ അന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടാ? ഉണ്ടോ? വെടിയുണ്ടതുപോലെ ഇരിക്കുന്ന വല്ലതുണ്ടോ? വല്ല പ്രത്യേകതയുണ്ടോ? നോമ്പ് 27-ന് വല്ല പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്തുണ്ട്? 27-ാം നോമ്പിന്റെ അന്ന് എന്തുണ്ട്? രാത്രി ലൈലത്തുൽ ഖദർ ഉണ്ടില്ലേ? ആരാ പറഞ്ഞു? 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദർ എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? മനുഷ്യ, എന്നെയും നിന്നെയും കുറിച്ച് അള്ളാഹിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അള്ളാഹ് അത് മറപ്പിച്ച് കളഞ്ഞത്. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓ, പിന്നെ 27-ാം രാവിന്റെ അന്ന് പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശുഹർ. പിന്നെ കിട്ടും. അള്ളാഹിക്ക് നമ്മളെ നല്ലപോലെ അറിയാം. 27-ാം രാവിന്റെ അന്നാന്ന് ഉറപ്പൊന്നും ഇല്ലട്ടാ. 21, 23, 25, 27, 29 ഒറ്റ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് തൗബ അങ്ങനെയല്ല. തൗബ അന്ന് മാത്രമല്ല, തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ തൗബ എന്ന് പറഞ്ഞാൽ നിലവിളിയാണെന്ന. തൗബ എന്ന് പറഞ്ഞാൽ നിലവിളിയോ വിളിച്ചു കൂവലോ ഒന്നുമല്ല. ആമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യ, അല്ലാ എന്റെ പാപം പൊറുക്കണേ, അല്ലാ പടച്ചോനെ എന്നെ വിടല്ലേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ചോദ്യം എന്തറിയോ? എടാ പൊന്നാര ചങ്ങാതി, നീ ചെവി കേൾക്കണ അള്ളാനെ വിളിക്കണം, അല്ലാതെ ചെവി കേൾക്കാത്ത അള്ളാഹനല്ലെന്ന്. ഇവന്റെ വിളി കേട്ടപ്പോ ഈ മനുഷ്യനിരുന്നൊരു സഹാബി ഇരുന്ന് ദുആ ചെയ്യും, ഇങ്ങനെ നിലവിളിച്ച് ചോദിക്കുമ്പോ, അള്ളാഹിക്ക് നീ പൊട്ടനെ ഒന്നും അല്ല വിളിക്കണേ, നിന്റെ അള്ളാഹിക്ക് ചെവി കേൾക്കാം, നീ പതുക്കെ പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യരുത്. കാരണം ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും എന്നും പറഞ്ഞുകൊണ്ട് ചില ദുആ നീ പൊറുക്കണേ, പൊറുക്കണം, അങ്ങനെ ദുആയും ചെയ്യാൻ പാടില്ല. ശബ്ദം കൂട്ടാനും പാടില്ല, ശബ്ദം കുറയ്ക്കാനും പാടില്ല. രണ്ടിലും ഇഖ്ലാസ് ഉണ്ടാകില്ല. മധ്യമായ രീതിയിൽ വേണം ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? തൗബ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനേ, ഇന്നീ സദസ്സിലിരിക്കുന്ന ഓരോ പെണ്ണും അങ്ങനെ പറയാതെ പോകരുത്. ഇന്നീ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ പറയുന്ന ചരിത്രത്തിൽ മനുഷ്യൻ എന്താണോ ചെയ്തത് അതുപോലെ പറയാതെ പോകല്ലേ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങളെ മുഴുവനും കടന്നു വരികയാ.
മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ സമുദായം ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. മഴയില്ല നബിയേ, ആർക്കും മഴയില്ല, വെള്ളമില്ല, മൃഗങ്ങൾക്കോ മനുഷ്യനോ കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത വരൾച്ചയാ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം മഴ പെയ്യാതെ. മൂസാ നബി പറഞ്ഞു, എല്ലാവരും ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാതെ, ഒരു വിജനമായ സ്ഥലത്ത്, ഒരു മരുഭൂമിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ നാട്ടുകാര് മുഴുവനും പടച്ചവനെ, പ്രായമുള്ളവരും പാൽ കുടിക്കും കുട്ടികളും രോഗികളും പടച്ചവനെ എല്ലാവരും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുകയാണ് 70,000-ഓളം വരുന്ന ജനങ്ങള്. ഇന്ന് വരെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടോ? 70,000 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? പടച്ചവനെ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. ഹജ്ജിനൊക്കെ പോയിട്ടുള്ളവര്, ഹജ്ജിനൊക്കെ പോയിട്ടുള്ളവര് ഈ 70,000 പേരല്ല, ലക്ഷക്കണക്കിന് പേര് അറഫയിലൊക്കെ കണ്ടിട്ടുണ്ട്. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ 90-ാം വാർഷികത്തിലൊക്കെ ആയിരുന്നു അങ്ങനത്തെ കാഴ്ചയൊക്കെ. അതൊക്കെ ആലപ്പുഴയിലൊക്കെ അൽഹംദുലില്ലാ അള്ളാഹു ഇതിന്റെയൊക്കെ പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അൽഹംദുലില്ലാ. SKSF-ന്റെ ചെറുപ്പക്കാർ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ. അള്ളാഹു മക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹു ആ പാതയിൽ നമ്മളെ നാളെ സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാ നീ ഞങ്ങൾക്ക് മഴ തരണം പടച്ചവനെ. മഴ പെയ്യണില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു, അല്ലാ നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. പ്രായമുള്ളവരും രോഗികളും പാല് കുടിക്കുന്ന കുട്ടികളും ഒരുപാട് പേരിരിക്കുന്നുണ്ട് റബ്ബേ, മഴ താ അല്ലാ. മഴ പെയ്യുന്നില്ല. മൂസാ നബി മൂന്നാമത് ദുആ ചെയ്തു, അല്ലാ അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മഴ പെയ്യുന്നില്ല. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ.